जय केरलम, जय केरलम, जय विकसिता केरलम, जय विकसिता केरलम. केरालथिल एंटे प्रिय पेट्टा सहोदरी विनीतमाया नमस्कारम. मैं कल्पाती श्री विशालाक्षी समेत श्री विश्वनाथ स्वामी जी के चरणों में प्रणाम करता हूं. मैं देख रहा हूं इस बार केरलम में एक अलग ही माहौल है. केरलम बदलाव का संदेश दे रहा है. एनडीए की बढ़ती लोकप्रियता, बीजेपी के प्रति लोगों का बढ़ता विश्वास आज आप सबका उत्साह और ये आपका समर्थन, इतनी बड़ी संख्या में आपकी उपस्थिति पालक्काड़ ये बता रहा है केरलम का मोड़ अब एक मूवमेंट बन चुका है. अब केरलम के युवाओं का विश्वास है बीजेपी और एनडीए. अब केरलम की महिलाओं का स्नेह है बीजेपी और एनडीए. अब केरलम के किसानों का प्रेम है बीजेपी और एनडीए. ഞാൻ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേതനായ ശ്രീ വിശ്വനാഥ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എനിക്ക് കാണാൻ സാധിക്കുന്നു ഇപ്രാവശ്യം കേരളത്തിൽ മാറിയ സാഹചര്യമുണ്ട്. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നു. ആ സന്ദേശം എൻഡിഎയുടെ വർദ്ധിച്ചു വരുന്ന ജനസമ്മതിയും ബിജെപിയോട് ജനങ്ങൾക്ക് കൂടി വരുന്ന വിശ്വാസവും കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ എല്ലാ ആവേശവും പിന്തുണയും ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളുടെ പങ്കാളിത്തവും അത് നൽകുന്നു. പാലക്കാട് പറയുന്നു കേരളത്തിന് ചിന്താഗതി മാറിയിരിക്കുന്നു. ആ മാറിയ ചിന്താഗതി ഇന്ന് വലിയ ഒരു മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾ അവരുടെ വിശ്വാസം ബിജെപിയിലും എൻഡിഎയിലുമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്നേഹം ബിജെപിയോടും എൻഡിഎയോടുമാണ്. ഇപ്പോൾ കേരളത്തിലെ കൃഷിക്കാർക്ക് പ്രേമം ബിജെപിയോടും എൻഡിഎയോടുമാണ്. एनडीए सहृदगणे इस बदलाव के पीछे केरलम की जनता का आशीर्वाद है. इसके पीछे केरलम बीजेपी के लाखों कार्यकर्ताओं की मेहनत है. हमारे कितने ही कार्यकर्ताओं ने यहां पॉलिटिकल वायलेंस के कारण अपना जीवन खोया है. मैं आज केरलम की मेरी ये पहली चुनाव सभा में उन सभी कार्यकर्ताओं को इस मंच से आदरपूर्वक श्रद्धांजलि देता हूं. സുഹൃത്തുക്കളെ, ഈ മാറ്റത്തിന് പിന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ്. ഇതിന് പിന്നിൽ കേരളത്തിലെ ബിജെപിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അധ്വാനമാണ്.
നമ്മുടെ എത്രയോ പ്രവർത്തകർ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകി. ഇന്ന് ഇവിടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ എന്റെ ആദ്യത്തെ യോഗത്തിൽ വെച്ച് ഞാൻ ആ പ്രവർത്തകരുടെ മുമ്പിൽ പ്രണമിക്കുന്നു. एनडीए सहृदगढ़े केरलम को सुंदरतम क्यों कहा जाता है, इसका एहसास हमें पालक्काड़ आते ही हो जाता है। हमारा पालक्काड़ केरलम का प्रवेश द्वार है। यहां प्रकृति की अद्भुत सुंदरता भी है, केरलम की प्राचीन जीवन संस्कृति भी है और ये केरलम की प्रतिभा और परिश्रम का एक बड़ा केंद्र भी है। यहां कल्पाती मंदिर का महत्व बताते हुए काशी का उदाहरण दिया जाता है। काशी का सांसद होने के नाते ये मेरे लिए और भी विशेष है। സുഹൃത്തുക്കളെ, കേരളം സുന്ദരമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിന്റെ തെളിവ് പാലക്കാട്ട് വരുമ്പോൾ മനസ്സിലാകും. നമ്മുടെ പാലക്കാട് കേരളത്തിന്റെ പ്രവേശന കവാടമാണ്. ഇവിടെ പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യമുണ്ട്. കേരളത്തിന്റെ പ്രാചീന ജീവിത സംസ്കാരമുണ്ട്. ഈ പാലക്കാട് ഇവിടം കേരളത്തിന്റെ പ്രതിഭകളുടെയും കഠിനാധ്വാനത്തിന്റെയും ഒരു വലിയ കേന്ദ്രവുമാണ്. ഇവിടെ കൽപ്പാത്തി ക്ഷേത്രത്തിന്റെ മഹത്വം പറയുമ്പോൾ സ്വാഭാവികമായും കാശിയെപ്പറ്റി, അവിടത്തെ വിശേഷങ്ങളെപ്പറ്റി പറയുന്നു. ഞാൻ കാശിയിൽ നിന്നുള്ള ലോകസഭാ അംഗമാണ്. അതുകൊണ്ട് എനിക്കത് വളരെ വിശേഷപ്പെട്ടതാണ്. एनडीए सहृदगढ़े, मैं इस पावन भूमि को नमन करता हूं। यहां के महान संत और समाज सुधारक पूज्य श्री नारायण गुरु, पूज्य चेतम्बी स्वामीकल, पूज्य मन्नत पद्मनाभन, पूज्य महात्मा अयनकाली और संत कुरियाकोस एलियास चावरा, मैं इन महान विभूतियों को भी प्रणाम करता हूं। സുഹൃത്തുക്കളെ, ഈ പാവന ഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടുത്തെ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായ പൂജ്യ ശ്രീനാരായണ ഗുരുദേവനെ, പൂജ്യ ചട്ടമ്പി സ്വാമികളെ, പൂജ്യ മന്നത്ത് പത്മനാഭനെ, പൂജ്യ മഹാത്മാ അയ്യങ്കാളിയെ, അതോടൊപ്പം സെയിന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നീ മഹാ തേജസ്വികളെ ഞാൻ പ്രണാമം ചെയ്യുന്നു. एनडीए सहृदगढ़े दशकों से केरलम स्वार्थी राजनीति के दो मुखौटों के बीच फंसा हुआ है। एक और एलडीएफ तो दूसरी ओर यूडीएफ, एक और कम्युनिस्ट तो दूसरी ओर कांग्रेस, एक भ्रष्ट तो दूसरा महाभ्रष्ट, एक सांप्रदायिक तो दूसरा महासांप्रदायिक। एलडीएफ, यूडीएफ की सारी नीतियां केवल वोट बैंक पॉलिटिक्स के लिए ही होती है। इन्हें केरलम के विकास की कोई परवाह नहीं है। अब मैं आपको भरोसा देता हूं कि यहां बनने वाली बीजेपी एनडीए सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी
और ये मोदी की गारंटी है। What remain unchanged will change. Now Kerala will be developed. मारा तत्व इन्हें मारूं, इन्हीं केरളം വളരും. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി കേരളം മുഖം മൂടി അണിഞ്ഞ സ്വാർത്ഥരായ രണ്ട് വിഭാഗം രാഷ്ട്രീയക്കാരുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് UDF. ഒന്ന് കമ്മ്യൂണിസ്റ്റ്, മറ്റൊന്ന് കോൺഗ്രസ്. ഒന്ന് അഴിമതിക്കാർ, മറ്റേത് മഹാ അഴിമതിക്കാർ. ഒന്ന് വർഗീയവാദികൾ, മറ്റവർ ഭയങ്കര വർഗീയവാദികൾ. LDFന്റെയും UDFന്റെയും എല്ലാ നയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. ഇവർക്ക് കേരളത്തിന്റെ വികസനത്തെപ്പറ്റി ഒരു ചിന്തയുമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന BJP NDA സർക്കാർ കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കും. വികസിത കേരളം സൃഷ്ടിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്താണോ മാറാതിരുന്നത് അതിനി മാറും. കേരളം വികസിക്കും. മാറാത്തതിനി മാറും. കേരളം ഇനി വളരും. एनडीए सहृदगणे, LDF और UDF ने दशकों तक मील बांटकर केरलम को लूटा. इनके बीच एक प्रैक्टिकल समझौता रहा है. कुछ साल LDF वाले सरकार चलाएंगे, अपनी जेबें भरेंगे. उसके बाद UDF वाले आकर लूटेंगे. इनके इस गठजोड़ में हमारा केरलम उलझकर रह गया है. एनडीए सुहृदगणे, इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है. कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है. यानी LDF और UDF इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है, एक टीम अगर कोई है तो वो सिर्फ और सिर्फ BJP ही है. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി LDFും UDFും ഒത്തുചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചു. ഇവർക്കിടയിൽ വളരെ പ്രായോഗികവും തന്ത്രപ്രധാനവുമായ ഒരു സഖ്യമുണ്ടായിരുന്നു. കുറച്ചു കാലം LDF സർക്കാർ നടത്തും, അവരുടെ കീശ വീർപ്പിക്കും. അതുകഴിഞ്ഞ് UDF വരും, എന്നിട്ട് കൊള്ളയടിക്കും. ഈ വിചിത്ര സഖ്യത്തിൽ നമ്മളുടെ കേരളം കുടുങ്ങിക്കിടന്നു. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒരു പുതിയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്ന്. കോൺഗ്രസുകാർ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ BJPയുടെ ബി ടീമാണെന്ന്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എ ടീമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് BJP ആണ്, BJP മാത്രമാണ്. एनडीए सहृदगणे, केरलम में LDF, UDF दोनों ही BJP पर निशाना साध रहे हैं. इसका मतलब ये
कि ये दोनों भ्रष्टाचारी पार्टियां अगर किसी से डरी हुई है तो वो है बीजेपी। इन्हें बीजेपी का डर इसलिए है क्योंकि इनको लगता है अगर बीजेपी यहां सरकार में आ गई तो इनके सारे काले कारनामों का सच सामने आ जाएगा। दशकों से एलडीएफ, यूडीएफ ने यहां बड़े बड़े घोटाले किए हैं, लेकिन इन दलों की सरकारें कभी भी एक दूसरे पर कार्रवाई नहीं करती। ये आपके सामने सिर्फ झूठे बयान देती है। बीजेपी सरकार आई तो एलडीएफ, यूडीएफ के हर घोटालों की जांच कराएगी, केरलम की जनता को न्याय दिलाएगी। इसलिए ये दोनों गठबंधन केरलम में बीजेपी सरकार बनने के डर से, ये जन सैलाब के समर्थन से इनकी नींद हराम हो गई है, ये डर रहे हैं। സുഹൃത്തുക്കളെ, കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും ബിജെപിക്ക് നേരെ ഉന്നം വയ്ക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ രണ്ട് അഴിമതിക്കാരും ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ബിജെപിയെ മാത്രമാണ്. ഇവർ ബിജെപിയെ ഭയക്കുന്നതിന്റെ കാരണം ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കുന്ന പക്ഷം ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. പതിറ്റാണ്ടുകളായി എൽഡിഎഫും യുഡിഎഫും വലിയ വലിയ കുംഭകോണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർ പരസ്പരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവർ നിങ്ങളുടെ മുമ്പിൽ കള്ള പ്രസ്താവനകളും ഭീഷണികളുമൊക്കെ പരസ്പരം മുഴക്കും. ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സകല കുംഭകോണങ്ങളെ പറ്റിയും അന്വേഷണം നടത്തും. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും. ഇതറിയുന്നത് കൊണ്ട് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ബിജെപി സർക്കാർ വരുന്നതിനെപ്പറ്റി ആലോചിച്ച് ഭയപ്പെടുന്നു. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ വലിയ ജനക്കൂട്ടം അവരുടെ മനസ്സുകളിൽ ഭയം സൃഷ്ടിക്കുകയാണ്. एनडीए सुहृदगढ़े, चुनाव में पर्दे के पीछे कौन किसकी बी टीम है, ये केरलम के लोगों के सामने इसकी भी सच्चाई में आज रखने वाला हूं। कांग्रेस और कम्युनिस्ट पूरे देश में एक दूसरे से गठबंधन करते हैं। बिहार देख लीजिए, झारखंड देख लीजिए, आंध्र प्रदेश से लेकर मणिपुर, त्रिपुरा, असम तक कांग्रेस और कम्युनिस्ट का गठबंधन होता है। इंडिया अलायंस पे सब साथ में है। दिल्ली में सरकार साथ में चलाई थी, तमिलनाडु में भी ये दोनों एक साथ अलायंस में है। लेकिन यहां केरलम में कांग्रेस और लेफ्ट वाले एक दूसरे को झूठी गाली देते हैं। इसलिए आपको, मेरे केरलम के भाई बहनों को, इन दोनों से ही सावधान रहना है। സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പിൽ കർട്ടന് പിറകിൽ ആരാരുടെ ബി ടീമാണ് എന്ന് ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാം. ആ സത്യം ഞാൻ പറയാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാജ്യത്ത് മുഴുവൻ പരസ്പര സഖ്യത്തിലാണ്. ബീഹാർ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് തുടങ്ങി
മണിപ്പൂർ, ത്രിപുര, ആസാം വരെ ഇവർ തമ്മിൽ സഖ്യമുണ്ട്. ഇന്ത്യ സഖ്യമുണ്ട്. പണ്ടിവർ ഡൽഹിയിൽ ഒരുമിച്ച് ഭരിച്ചിരുന്നു. തമിഴ്നാട്ടിലും ഇവർ തമ്മിൽ സഖ്യത്തിലാണ്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസും ഇടതും പരസ്പരം വ്യാജ ആരോപണങ്ങളും അതോടൊപ്പം ചീത്തവിളിയും നടത്തും. അതുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ രണ്ടു കൂട്ടരെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. एनडीए सौदगढ़े केरलम में टीम बीजेपी और टीम एनडीए सरकार बनाने के लिए मैदान में है। हम केरलम की जनता के आशीर्वाद से, आप सबके आशीर्वाद से यहां सरकार बनाएंगे और हम केरलम की सेवा में कोई कोर कसर बाकी नहीं छोड़ेंगे। एनडीए का लक्ष्य है केरलम के लोगों के सपने पूरे करना। हमने केंद्र में रहते हुए केरलम के विकास के लिए हर प्रयास किए हैं। जब कांग्रेस केंद्र सरकार में थी, तब केरलम को केंद्र से 10 साल में जितना पैसा मिला, हमने उससे 5 गुना ज्यादा बजट केरलम को दिया है। अर्बन डेवलपमेंट, रोड निर्माण, रेलवे विकास, एग्रीकल्चर डेवलपमेंट, जल जीवन मिशन, पीएम आवास, ये पैसा हर क्षेत्र के लिए दिया गया। लेकिन यहां की राज्य सरकार ने इस पैसे का सही इस्तेमाल नहीं किया। इन पैसों पर आपका अधिकार था, उन्होंने लूटने का काम किया है। സുഹൃത്തുക്കളെ, കേരളത്തിൽ ടീം ബിജെപിയും ടീം എൻഡിഎയും സർക്കാർ ഉണ്ടാക്കാനുള്ള മത്സരത്തിൽ മൈതാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹത്താൽ സർക്കാർ ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നമ്മൾ കേരളത്തെ സേവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നും ബാക്കി വയ്ക്കില്ല. ബിജെപിയുടെ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കുക എന്നതാണ്. നമ്മൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ വികസനത്തിനായി എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസുകാർ കേന്ദ്രത്തിലിരിക്കുമ്പോൾ എത്ര പൈസയാണോ 10 വർഷം കൊണ്ട് കേരളത്തിന് കൊടുത്തത്, അതിന്റെ 5 ഇരട്ടിയിലധികം പണം നമ്മൾ കേന്ദ്രത്തിലിരിക്കുമ്പോൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. നഗരവികസനം, റോഡ് നിർമ്മാണം, റെയിൽവേയുടെ വികസനം, കൃഷിയുടെ വികസനം, പുരോഗതി, ജൽജീവൻ മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, നമ്മൾ എല്ലാ മേഖലയ്ക്കും ഈ പണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ പണം ശരിയായ രീതിയിൽ ചെലവാക്കിയിട്ടില്ല. അവർ നിങ്ങൾക്ക് അധികാരപ്പെട്ട പണം കൊള്ളയടിക്കുകയായിരുന്നു. एनडीए सौहृदगढ़े आज केरलम पर 5 लाख करोड़ रुपए से ज्यादा का कर्ज हो गया है। 10 साल में ये कर्ज 3 गुने से ज्यादा बढ़ा है। ऐसे में केरलम के लोग सवाल पूछ रहे हैं, केरलम के हिस्से का, जनता की मेहनत का ये पैसा कहां जा रहा है? जवाब एक ही है, एलडीएफ वालों की जेबों में। जब यहां एनडीए सरकार आएगी तो भ्रष्टाचारियों से ये पैसा वसूला जाएगा और केरलम की जनता के विकास में लगाया जाएगा। സുഹൃത്തുക്കളെ,
ഇന്ന് കേരളം 5 ലക്ഷം കോടി രൂപയിലധികം കടം കയറിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കടം 3 ഇരട്ടിയിലധികമായി. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്, കേരളത്തിന് അവകാശപ്പെട്ട പണം, കേരളത്തിലെ ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിലയായ പൈസ എവിടെ പോയി എന്ന്. ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, LDF-കാരുടെ കീശയിൽ പോയി. ഇവിടെ NDA സർക്കാർ വന്നാൽ അഴിമതിക്കാരുടെ കയ്യിൽ നിന്നും അവർ മോഷ്ടിച്ച പൈസ തിരിച്ചു പിടിക്കും. എന്നിട്ട് ആ പൈസ കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിനായി ചെലവഴിക്കും. NDA सौरगले केरलम के पास भरपूर सामर्थ्य है, यहां प्राकृतिक संसाधन है, समुद्र है, खेती है, पर्यटन की अपार संभावनाएं हैं और यहां के शिक्षित युवाओं की प्रतिभा, मेहनत और क्षमता, ये सब केरलम की बहुत बड़ी पूंजी है. फिर भी केरलम आज पलायन की विभीषिका से जूझ रहा है. पिछले 10 वर्षों में यहां राज्य सरकार द्वारा कोई ऐसा बड़ा औद्योगिक प्रोजेक्ट नहीं शुरू हुआ जिससे यहां के युवाओं को रोजगार मिलता. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ കൈവശം മതിയായ പ്രതിഭയുണ്ട്, പ്രകൃതിയുടെ അനുഗ്രഹമുണ്ട്, സമുദ്രമുണ്ട്, കൃഷിഭൂമിയുണ്ട്, വിനോദസഞ്ചാരത്തിന്റെ അപാരമായ സാധ്യതകളുണ്ട്. ഇവിടെ വിദ്യാഭ്യാസമുള്ള യുവതീ യുവാക്കളുടെ പ്രതിഭയുണ്ട്, അവരുടെ അധ്വാനശേഷിയുണ്ട്, കഴിവുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം. എന്നിട്ടും കേരളം പലായനത്തിന്റെ, വിദ്യാഭ്യാസവും തൊഴിലും തേടി അന്യനാട്ടിലേക്ക് പോകുന്ന യുവതയുടെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ, നിങ്ങൾ ഓർക്കണം, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയ ഔദ്യോഗിക സ്ഥാപനം പോലും ആരംഭിച്ചിട്ടില്ല. NDA सौरगले कांग्रेस और लेफ्ट का ट्रैक रिकॉर्ड रहा है, ये जहां सत्ता में आते हैं वहां सब चौपट करके ही जाते हैं. बंगाल में लेफ्ट ने क्या किया ये पूरा देश जानता है. त्रिपुरा में लेफ्ट ने क्या किया पूरा देश जानता है. कांग्रेस ने देश भर में क्या किया ये भी सबने देखा है. इनके उसी कुचक्र में केरलम भी पिसता रहा है. यहां सरकारी कर्मचारियों के वेतन में देरी की खबरें आती है, पेंशन के भुगतान में भी परेशानी की बातें सामने आती है. केरल में नौकरी करने वाले परिवार की चिंता यही रहती है कि अगले महीने उनका वेतन आएगा या नहीं आएगा. സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെയും ഇടതിന്റെയും കഴിഞ്ഞ കാല ചരിത്രം പ്രവർത്തനം നോക്കൂ. എവിടെയെല്ലാം അവർ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നുവോ അവിടെയെല്ലാം കുഴപ്പത്തിലാക്കി നശിപ്പിച്ചു പോയിട്ടേ ഉള്ളൂ. ബംഗാളിൽ ഇടതുവാർ എന്താ ചെയ്തതെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാം. ത്രിപുരയിലും അവർ എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് രാജ്യത്ത് മൊത്തം എന്താണ് ചെയ്തത് എന്ന് നമ്മളെല്ലാം കണ്ടവരാണ്. ഇവരുടെ ഈ ചക്രവ്യൂഹത്തിൽ കേരളവും പെട്ടുപോയി. ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അത് സമയത്തിന് കൊടുക്കുന്നില്ല എന്ന വാർത്ത വരുന്നു. പെൻഷൻ അത് നൽകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു.
കേരളത്തിൽ സർക്കാർ ജോലി ചെയ്യുന്നവരുടെ ചിന്ത, അവരുടെ കുടുംബങ്ങളുടെ ചിന്ത അടുത്ത മാസത്തെ ശമ്പളം എപ്പോൾ കിട്ടുമെന്നുള്ളതാണ്. एंडे सौरगढ़े हाल ही में केरल में सरकारी कर्मचारियों के डीए और लीव सरेंडर के बकाया भुगतान को लेकर बड़ा विवाद हुआ था. कांग्रेस इस सब के लिए लेप वालों पर हमला करती है, लेकिन जिन राज्यों में कांग्रेस की सरकार है वहां भी हालात इतने ही बुरे हैं. पड़ोसी कर्नाटका को ही देख लीजिए, वहां भी विकास के ज्यादातर काम रुक गए हैं. हिमाचल प्रदेश भी अब आर्थिक संकट में है. यही कांग्रेस का गवर्नेंस मॉडल है. സുഹൃത്തുക്കളെ, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഡിഎയും ലീവ് സറണ്ടറിനും നൽകുന്ന പണത്തെപ്പറ്റി വലിയ വിവാദമുണ്ടായി. കോൺഗ്രസുകാർ ഇതിനെയൊക്കെ ഇടതുപക്ഷത്തിന് കുറ്റം പറയുക ചെയ്യുക. എന്നാൽ കോൺഗ്രസുകാർ ഏതൊക്കെ സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇതേപോലെ മോശമാണ് അവസ്ഥ. അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നോക്കൂ, അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോയിരിക്കുന്ന സ്ഥിതിയാണ്. ഹിമാചൽ പ്രദേശും ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതാണ് കോൺഗ്രസിന്റെ ഭരണ മാതൃക. एंडे सौरगढ़े पालक्कड़ में यहां 22 साल तक लेप के एमएलए रहे. करीब 5 दशक कांग्रेस समर्थक एमएलए रहे. लेकिन इतने वर्षों में इस क्षेत्र का विकास नहीं हुआ. जैसे ही केंद्र में बीजेपी की सरकार आई, पालक्काड़ में, केरलम में को पहला आईआईटी मिला. हम यहां रेलवे स्टेशन अपग्रेड करा रहे हैं, नेशनल हाईवे को आधुनिक बना रहे हैं. हम पालक्काड़ में स्मार्ट इंडस्ट्रियल सिटी भी बनवा रहे हैं. इससे पालक्काड़ के स्थानीय युवाओं के लिए रोजगार के नए अवसर बनेंगे. സുഹൃത്തുക്കളെ, പാലക്കാട് 22 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഇടത് എംഎൽഎമാരായിരുന്നു. ഏതാണ്ട് 5 പതിറ്റാണ്ട് കോൺഗ്രസ് എംഎൽഎമാരായിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. എന്നിട്ടും ഈ മണ്ഡലത്തിന് വികസനമുണ്ടായില്ല. എന്നാൽ കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ വന്നതോടുകൂടി പാലക്കാട്ട് കേരളത്തിലെ ആദ്യത്തെ ഐഐടി വന്നു. ഇവിടത്തെ റെയിൽവേ സ്റ്റേഷൻ നാം പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ ഹൈവേ ആധുനികവൽക്കരിക്കുന്നു. ഈ പാലക്കാടിന് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയും ഇതാ നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിലൂടെ പാലക്കാട്ടെ തദ്ദേശവാസികളായ യുവാക്കൾക്ക് ജോലിക്കുള്ള പുതിയ അവസരങ്ങൾ തുറക്കുകയാണ്. एंडे सौरगढ़े बीजेपी ने हमेशा विमेन लेड डेवलपमेंट की अप्रोच को बढ़ावा दिया है. चाहे फाइनेंशियल इंक्लूजन हो, हेल्थ केयर हो या हाउसिंग. आज केंद्र सरकार की योजनाओं में सबसे ज्यादा प्राथमिकता महिलाओं को मिलती है. महिलाओं को विधानसभा और संसद में भागीदारी मिले, इसके लिए हमने नारी शक्ति बंधन अधिनियम पास भी किया है. സുഹൃത്തുക്കളെ, ബിജെപി എപ്പോഴും മഹിളകളാൽ നയിക്കപ്പെടുന്ന വികസനമെന്ന സങ്കല്പത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. അത് സാമ്പത്തിക സമത്വത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഗൃഹനിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ശരി. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മഹിളകൾക്കാണ് കിട്ടുന്നത്.
മഹിളകൾക്ക് നിയമസഭകളിലും പാർലമെന്റിലും അധിക പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി, അത് ഉറപ്പുവരുത്താൻ വേണ്ടി മഹിളകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും നാം കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നാരി ശക്തി അധിനിയമം പാസാക്കിയിരിക്കുകയാണ്. एनडीए छत्तीसगढ़ एनडीए ने अपने संकल्प की वजह से एक साधारण परिवार की बेटी को देश के सर्वोच्च पद तक पहुंचाया है। दूसरी ओर कांग्रेस पालक्काड़ में ही आपने देखा है, इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं। कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है। यही इन पार्टियों की सच्चाई है, जिससे केरलम की महिलाओं को सावधान रहना है। എൻഡിഎയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി നാം ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിച്ചു. അപ്പുറത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. പാലക്കാട്ടുകാർക്ക് അറിയാം, ഇവിടെ തന്നെ നോക്കിയാൽ മതി. ഇവരുടെ നേതാവ് മഹിളാ സുരക്ഷയ്ക്ക് ഭീഷണിയായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കൂടാതെ ഇന്നലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് മഹിളകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ അവരുടെ പാർട്ടിക്ക് ഗതികേട് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ പാർട്ടികളുടെ യഥാർത്ഥ അവസ്ഥയാണ്. എനിക്ക് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവരെ സൂക്ഷിക്കണമെന്നാണ്. यहां एक छोटी बच्ची बहुत बढ़िया कमल का निशान और मुझे भी पेंट कर दिया है। बेटी तुमने बनाया है? अच्छा, शाबाश। मेरे एसपीजी के लोगों को दे दो, अगर तुम्हारा एड्रेस होगा तो मैं तुम्हें चिट्ठी लिखूंगा। അതിന്റെ പിറകിൽ താങ്കളുടെ അഡ്രസ് എഴുതൂ. അഡ്രസ് എഴുതിയാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി താങ്കൾക്ക് കത്തയക്കും. അഡ്രസ് എഴുതിയിട്ട് കൊടുക്കൂ. थैंक यू बेटा। एनडीए छत्तीसगढ़ पिछले चुनाव में बीजेपी ने पालक्काड़ से देश जिनके लिए गौरव करता है, दुनिया में जिनकी प्रतिष्ठा है, ऐसे हमारे मेट्रोमैन ई श्रीधरन जी को चुनाव मैदान में उतारा था। लेकिन वो यहां दूसरे नंबर पर रहे और इन नतीजे से हम दिल्ली में जितने दुखी हुए, उससे ज्यादा मेरे पालक्काड़ के भाई बहन दुखी हुए थे। आप लोग बहुत दुखी हुए थे। अब इस बार शोभा सुरेंद्रन जी को बीजेपी ने अपना कैंडिडेट बनाया है। शोभा जी आप सभी की पुरानी परिचित है। आपके बीच रहकर उन्होंने जनसेवा का काम किया है। इस बार उन्हें रिकॉर्ड वोटों से विजयी बनाना है और मेरे जो साथी बैठे हैं उनको भी भारी मतों से विजयी बनाना है। സുഹൃത്തുക്കളെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്ന് ബിജെപി രാഷ്ട്രം തങ്ങളുടെ അഭിമാനമായി കാണുന്ന, ലോകം വളരെ ആരാധനയോടെ നോക്കിക്കാണുന്ന ശ്രീ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ ജിയെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി. ഈ ഫലത്തിൽ
ഞങ്ങളൊക്കെ ഡൽഹിയിലിരുന്ന് എത്രയും വിഷമിച്ചുവോ അത്രയും നിങ്ങൾ പാലക്കാട്ടുകാരും വിഷമിച്ചിരുന്നു. ഇത്തവണ ശോഭാ സുരേന്ദ്രൻജിയെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ശോഭാജി നിങ്ങളുടെ എല്ലാം പഴയ പരിചയക്കാരിയാണ്. അവർ നിങ്ങളുടെ കൂടെ നിന്ന് ജനസേവനം ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. അവരോടൊപ്പം ഇവിടെ ഇരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളെയും നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. साथियों, पालक्काड़ को केरलम का नेल्लारा कहा जाता है. इसकी ये पहचान बनाने के पीछे हमारे किसान भाई बहनों की मेहनत है. लेकिन केरलम का वही किसान आज संघर्ष कर रहा है. आप सब जानते हैं, धान की खरीद में यहां बार बार देरी होती है, भुगतान समय पर नहीं मिलता. हजारों किसान इस अव्यवस्था से परेशान है. സുഹൃത്തുക്കളെ, പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിശേഷണം പാലക്കാടിന് ലഭിച്ചത് നമ്മുടെ കൃഷിക്കാരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. എന്നാൽ കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് സമരത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ധാന്യത്തിന്റെ നെല്ലിന്റെ സംഭരണം ഇവിടെ സ്ഥിരമായി വൈകുന്നു. വില സമയത്ത് കിട്ടുന്നില്ല. ആയിരക്കണക്കിന് കൃഷിക്കാർ ഈ തെറ്റായ നടപടി കാരണം ഇന്ന് ബുദ്ധിമുട്ടിലാണ്. एंडा सौहृदगढ़े किसानों की समस्याओं का समाधान भी अगर कोई कर सकता है तो सिर्फ और सिर्फ बीजेपी ही कर सकती है और बीजेपी करके रहेगी. केंद्र सरकार की योजनाएं इसका सबूत है. पीएम किसान सम्मान निधि के तहत यहां के 27 लाख से अधिक किसानों को खाते में सीधे उनके बैंक खाते में पैसा मिला है. केंद्र सरकार ने पालक्काड़ के किसानों को लगभग 700 करोड़ रुपए देकर 700 करोड़ रुपए देकर किसानों के खर्च को कम किया है. हमने धान के एमएसपी में भी भारी बढ़ोतरी की है और इसका लाभ हमारे किसान भाई बहनों को हुआ है. लेकिन राज्य सरकार यहां किसानों को राहत देने के बजाय उन्हें कर्ज में धकेल रही है. केरल में बीजेपी एनडीए की सरकार आएगी तो केरल के किसानों की समस्याएं भी खत्म होगी और ये मोदी की गारंटी है. സുഹൃത്തുക്കളെ, കൃഷിക്കാരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന പ്രതിസന്ധിയും ഈ രാജ്യത്ത് ആർക്കെങ്കിലും പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. അതിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ. പിഎം കിസാൻ സമ്മാൻ നിധിയിലൂടെ കേരളത്തിലെ 27 ലക്ഷത്തിലധികം വരുന്ന കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ പാലക്കാട്ടെ കൃഷിക്കാർക്ക് ഏതാണ്ട് 700 കോടിയിലധികം രൂപ ഇതുവരെ നൽകിക്കഴിഞ്ഞു. അവരുടെ ബാധ്യത നാം കുറച്ചുകൊടുത്തു. മാത്രമല്ല, ഉൽപാദനങ്ങളുടെ താങ്ങുവിലയിലും നമ്മുടെ ഗവൺമെന്റ് വമ്പിച്ച വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഗുണം ഇവിടുത്തെ കൃഷിക്കാർക്കുണ്ടായി. എന്നാൽ സംസ്ഥാന സർക്കാർ കൃഷിക്കാർക്ക് സഹായം നൽകുന്നതിന് പകരം താങ്ങുവില ഇനത്തിൽ അവരെ കടത്തിൽ കുടുക്കുകയാണ്. കേരളത്തിൽ ബി.ജെ.പി. എൻഡിഎ സർക്കാർ വരുന്ന പക്ഷം കേരളത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും, പരിഹരിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്.
एंडे सुहृदुक्കളെ इस समय वेस्ट एशिया में चल रहे युद्ध पर सबकी नजर है। इस युद्ध का प्रभाव भारत पर कम से कम पड़े, इसके लिए हमारी सरकार लगातार काम कर रही है। यहां केरलम के बहुत सारे लोग युद्धग्रस्त क्षेत्रों में काम कर रहे हैं। युद्ध शुरू होने के बाद से ही मैं इन देशों के सभी राष्ट्राध्यक्षों से लगातार बात कर रहा हूं, संपर्क में हूं। सारे ही देश युद्ध क्षेत्रों में फंसे भारतीयों की सुरक्षा को प्राथमिकता दे रहे हैं। वहां पर हमारे भाई बहनों को कोई तकलीफ ना हो, इसके लिए भारतीय दूतावास भी दिन रात काम कर रहा है। भारतीयों के हितों की सुरक्षा भाजपा एनडीए सरकार के लिए सर्वोपरि है। वहीं संवेदनशील मामले में कांग्रेस जिस तरह की बयानबाजी कर रही है, वो भी आपको याद रखना है। कांग्रेस जिस तरह के बयान दे रही है वो खतरनाक है। कांग्रेस चाहती है कि खाड़ी देशों में रहने वाले करीब 1 करोड़ भारतीयों की जिंदगी खतरे में पड़ जाए और फिर कांग्रेस इसका सियासी फायदा उठा सके। സുഹൃത്തുക്കളെ, ഈ സമയത്ത് പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാണ്. ഈ യുദ്ധത്തിന്റെ ദോഷകരമായ ഫലങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കുറച്ചു മാത്രം സംഭവിക്കാൻ വേണ്ടി നമ്മളുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും വളരെയധികം പേർ യുദ്ധം ബാധിച്ച സ്ഥലങ്ങളിലുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം ഞാൻ ഈ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായി നിരന്തര സമ്പർക്കത്തിലാണ്. എല്ലാ രാജ്യങ്ങളും യുദ്ധഭൂമിയിൽ പെട്ടുപോയ ഭാരതീയരുടെ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അവിടെയുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാൻ നമ്മളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ, എംബസികൾ രാവും പകലും ജോലി ചെയ്യുകയാണ്. ഭാരതീയരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ബിജെപി എൻഡിഎ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വളരെ മർമ്മപ്രധാനമായ വിഷയത്തിൽ കോൺഗ്രസ് ഏതു തരത്തിലാണ് പ്രസ്താവനകൾ ഇറക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ ഓർക്കൂ, അവർ കോൺഗ്രസുകാർ പറയുന്ന കാര്യങ്ങൾ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. അവരാഗ്രഹിക്കുന്നത് ഗൾഫിൽ അവിടെ ജോലി ചെയ്യുന്ന, താമസിക്കുന്ന 1 കോടിയോളം വരുന്ന ഭാരതീയർ അപകടത്തിലാവണമെന്നാണ്. എന്നിട്ട് കോൺഗ്രസിന് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭമുണ്ടാക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. यहां एक मेरा बाल मित्र चित्र बना करके लाया है। बेटा गिर जाओगे आप, मैं मेरे एसपी जी को कहता हूं वो चित्र ले लेंगे और अगर आपका एड्रेस होगा तो मैं चिट्ठी लिखूंगा. അതിന്റെ പിന്നിൽ അഡ്രസ് എഴുതിയാൽ താങ്കൾക്ക് കത്തയക്കും. थैंक यू बेटा. एनडीए सुहृदुक्കളെ, इस चुनाव में भाजपा का एक ही संकल्प है, विकसित केरलम. एनडीए की गारंटी है केरलम के युवाओं के सामने पलायन की मजबूरी समाप्त होगी. एनडीए की गारंटी है हर युवा की प्रतिभा का सम्मान होगा. एनडीए की गारंटी है सबका साथ, सबका विकास होगा. एनडीए की गारंटी है
आस्था के स्थान राजनीति और भ्रष्टाचार से मुक्त होंगे। एनडीए की गारंटी है जो अभूतपूर्व विकास देश के अन्य हिस्सों में हुआ है, वही विकास अब केरलम की धरती पर भी दिखेगा। സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് വികസിത കേരളം എന്നതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ യുവാക്കളെ പലായനം, നാട് വിട്ടു പോവുക എന്ന ഗതികേടിൽ നിന്നും രക്ഷിക്കുക, അത് അവസാനിപ്പിക്കുക എന്നത്. എൻഡിഎയുടെ ഗ്യാരണ്ടി എല്ലാ യുവാക്കൾക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള അവസരം ഇവിടെ തന്നെ നൽകുക എന്നതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടി എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനമുണ്ടാക്കുക എന്നതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടി വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും മുക്തമാക്കുക എന്നുള്ളതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന അത്ഭുതകരമായ വികസനം കേരളത്തിന്റെ മണ്ണിലും നടപ്പാക്കുക എന്നുള്ളതാണ്. और एनडीए की गारंटी का मतलब ये भी है कि ये मोदी की भी गारंटी है. എൻഡിഎയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് മോദിയുടെ ഗ്യാരണ്ടി എന്നുകൂടിയാണ്. मेरे भाषण का आगे का हिस्सा बताने से पहले मैं सभी कैंडिडेट से प्रार्थना करता हूं कि सारे कैंडिडेट जरा आगे आ जाए. जो चुनाव लड़ रहे हैं कैंडिडेट आगे आ जाए, आगे आ जाए सब लोग. चुनाव लड़ रहे हो सब एक लाइन में खड़े हो जाए ताकि मैं अब फिर उनसे मिलकर के आपके पास आता हूं. एनडीए सुहृदगणे, मैं एक बार फिर आप सभी को यहां इतनी विशाल संख्या में आने के लिए, बीजेपी एनडीए को आशीर्वाद देने के लिए हृदय से बहुत बहुत आभार व्यक्त करता हूं. आप सबका बहुत बहुत धन्यवाद. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഇന്നിവിടെ ഇത്രയും വലിയ സംഖ്യയിൽ വന്നതിനും ബിജെപി എൻഡിഎക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിനും എല്ലാവർക്കും നന്ദി പറയുന്നു, ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. मेरे साथ बोलिए भारत माता की, भारत माता की, भारत माता की, भारत माता की. वंदे वंदे वंदे.